ഷവായ ഇതാ ഇവിടെ റെഡി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഷവായ ഉണ്ടാക്കാം. അപ്പം ചുവന്ന മുളകും അതിലേക്ക് കുറച്ച് സുർക്ക, പിന്നെ കുറച്ച് വെള്ളം. ഇത് കുറച്ച് നേരം ഒന്ന് അവിടെ പുതർത്തി വെക്കാം. പിന്നെ അടുത്ത് നമുക്ക് കായം ഇതിലേക്കുള്ളത് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കരിവേപ്പ്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. നമ്മളിതാ ഇവിടെ ഇത് സ്റ്റോക്കാക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുക്കാം. അതായത് മസാലയൊക്കെ നല്ലോണം നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെച്ചിക്കണേ. ഇനി ഇത് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമുക്കിത് ഒന്ന് കുക്കറിലേക്ക് ഇടാം. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് എന്താക്കാം, 2 തക്കാളി മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. കുക്കറിന് വേവിച്ചെടുത്തതിൻ്റെ ശേഷം എന്താ ഒരു പാനിലേക്ക് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ വലിയ കോഴി ആയതുകൊണ്ട് ഒന്ന് കുക്കർ തുറന്നതിന് ശേഷം ഒന്ന് 2ാം മുറയും അതൊന്ന് മറിച്ചൊക്കെ ഇട്ടിരിക്കുന്നു കേട്ടോ. അതിന് ശേഷമാണ് വലിയ കോഴ കാരണം അത് വെന്തില്ലെങ്കിലും വിചാരിച്ചിട്ട് ഞാനത് ഒന്ന് കുക്കർ തുറന്നതിന് ശേഷം മറിച്ചിട്ട് ഒന്നുകൂടി വേവിച്ചിനെ. അപ്പം ഞാനിതൊന്ന് മറിച്ചിട്ട് വേവിച്ച് നമുക്ക് വേറൊരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. തക്കാളി ജ്യൂസ് അടിച്ച് അതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, അതുപോലെ കുറച്ച് സോയാ സോസും. നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊരിച്ച് വെച്ചത് ഇതാ ഈ മസാലയിലേക്ക് അങ്ങോട്ട് ഇട്ടെടുത്തേക്കണേ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് പറയാം. മാഷാ അല്ലാ നമ്മൾ ഷവായ ഇവിടെ റെഡിയായി. അതിൻ്റെ മസാലകളൊക്കെ നല്ല കുറുകി വന്നിക്കണ്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാം.